ഹായ് സുജി സോളിൻ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ടൂർ പോകുന്ന വിശേഷത്തിൽ റൂം വരെ ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ 6-ാം തീയതി വെളുപ്പിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിനകത്തൊക്കെ കയറി നമ്മൾ കുളിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു പലാസോ പോലത്തെ ഒരു ജീൻസിൻ്റെ ബാഗി പാൻറ്റും പിന്നെ ഒരു ടീഷർട്ടും അതിൻ്റെ പുറത്ത് ഈ ഒരു വൈറ്റ് കോട്ടും ആയിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം അമ്മയുണ്ടായിരുന്നു കൂടെ. ഇത് മക്കളുടെ കോസ്റ്റ്യൂംസ് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു കേട്ടോ നമ്മുടെ മറയൂർ. എന്തുമാത്രം വെറൈറ്റി മാങ്ങകളാണെന്ന് പറയുക. ഒരുപാട് വെറൈറ്റിയിലുള്ള മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിളിച്ചുണ്ടനും പിന്നെ നമ്മളെ ഉണ്ടമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇതെൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി അങ്ങനെ താഴോട്ട് ഞങ്ങൾ പോകും കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഒരു 5 പേര് 6 പേര് കണക്കാക്കി ട്രക്കിങ്ങിന് കൊണ്ടുപോകും. ഈ ജീപ്പിലാണ് നമ്മൾ പോകുന്നത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലോട്ട് പോകും കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് മറയൂറാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ പോയപ്പോഴൊക്കെ. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും 4-5 പേര് വെച്ച് ഓരോ ജീപ്പിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കയറി. അങ്ങനെ അവിടെ നിന്നും യാത്ര തിരിച്ചു കേട്ടോ. ആദ്യം ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോകണം, അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. പിന്നെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകുന്ന വഴിയിലൂടെ കുറച്ച് ഫാക്ടറീസൊക്കെ ഉണ്ട്. അതൊക്കെ അതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുക. നമ്മളിത് ഒരു എന്താ പറയുക, ഇതെല്ലാം ഒരു കോംബോ പോലെ ആയിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇതായിരുന്നു. അപ്പോൾ രാവിലെ പൂരി ഉണ്ടായിരുന്നു, കിഴങ്ങ് കറി ഉണ്ടായിരുന്നു, പിന്നെ അപ്പവും ദോശയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കഴിക്കാമായിരുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.